നാളുകൾക്ക് ശേഷമായി എലിസബത്ത് ഉദയൻ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ്. ഡിപ്രഷനെ അതിജീവിച്ചതിനെക്കുറിച്ച് പറഞ്ഞുള്ള വീഡിയോകളാണ് ഇപ്പോൾ പങ്കിടുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തികച്ചും പോസിറ്റീവായാണ് അവർ സംസാരിക്കുന്നത്. അതിനിടയിലായിരുന്നു എലിസബത്ത് വീണ്ടും വിവാഹിതയായെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പ്രചരിച്ചത്. ഇപ്പോഴിതാ ബ്ലോഗറായ ഡാനി സത്യനും എലിസബത്തിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ്. ഭാര്യയുമായുള്ള വിവാഹവും പിന്നീട് അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള തുറന്നു പറച്ചിൽ വലിയ ചർച്ചയായിരുന്നു. ഇനി ഇവരുടെ ജീവിതം എന്താവും എന്നായിരുന്നു അന്നെല്ലാവരും ചിന്തിച്ചത്. അവരുടെ ഇപ്പോഴത്തെ കംബാക്ക് കണ്ടാൽ ഞെട്ടിപ്പോകും. വേറെ ലെവൽ എന്ന് ഞാൻ പറയും എന്ന് ഡാനി പറയുന്നു. സ്പോർട്സ് തനിക്കേറെ ഇഷ്ടപ്പെട്ട മേഖലയാണെന്നായിരുന്നു എലിസബത്ത് നേരത്തെ പറഞ്ഞത്. അന്ന് വീഡിയോയിലൊക്കെ ആകെ നിരാശയോടെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെയിരുന്നാൽ വല്ല അസുഖവും പിടിക്കും എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ഇപ്പോഴത്തെ മാറ്റമെന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഡിപ്രഷനെ അതിജീവിച്ചതിനെക്കുറിച്ചായിരുന്നു അവർ വിശദമായി പറഞ്ഞത്. ബാലവിഷയത്തിലുള്ള മറുപടിയായിരുന്നു എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത്. വ്ളോഗും റീൽസുമൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ആ വിഷയത്തെക്കുറിച്ച് മാത്രം ഇവർ മിണ്ടാറില്ലായിരുന്നു. ഇവർക്ക് പേടിയായിരുന്നു. യൂട്യൂബേഴ്സൊക്കെ കോണ്ടാക്റ്റ് ചെയ്തപ്പോഴും അവരങ്ങനെ പറഞ്ഞിരുന്നില്ല. അവർക്ക് നല്ല പേടിയായിരുന്നു തുടക്കത്തിൽ. പിന്നെ അവർ തന്നെ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് തുടങ്ങി. പുള്ളിക്കാരി ഇരുന്നങ്ങ് കാര്യങ്ങൾ പറയും, അതും തെളിവ് സഹിതം. എല്ലാം വെച്ച് മണിക്കൂറുകളോളമുള്ള വീഡിയോ. അങ്ങനെ ഒരു 3-4 പാർട്ടിലായി വീഡിയോകളുണ്ടായിരുന്നു. കോഹ്ലിയുടെ ഫോട്ടോ വിഷയമാണെന്ന് തോന്നുന്നു ബാല ഒടുവിലായി സംസാരിച്ചത്. മോൾ വന്ന് പറഞ്ഞത് ബാലയ്ക്ക് നല്ല തിരിച്ചടിയായിരുന്നു. ഇപ്പോഴാണ് എലിസബത്തും വിഷയങ്ങൾ പറയുന്നത്. അന്ന് അവരുടെ വിഷയം കേൾക്കാനും പിന്തുണയ്ക്കാനുമൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഇടുന്ന വീഡിയോകൾക്കൊന്നും അത്ര വ്യൂ റീച്ചില്ല. ആശുപത്രിയിൽ കഴിഞ്ഞ ടൈമിലൊക്കെ ബാലയെ എല്ലാവരും പഴി പറഞ്ഞിരുന്നു. ഇവരങ്ങനെ എല്ലാം പറഞ്ഞെങ്കിലും പലതും ആൾക്കാർക്ക് അറിയാമായിരുന്നു. ഈയൊരു തിരിച്ചുവരവ് ആളുകൾ എന്താണ് ആഘോഷിക്കാത്തത്? അത്രയും ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചതാണ്. അന്നത് ട്രെൻഡിങ് ആയിരുന്നു. ഇന്നിപ്പോൾ ഈയൊരു തിരിച്ചുവരവ് ആരും ആഘോഷിക്കുന്നില്ല. ഇങ്ങനെയുള്ള തിരിച്ചുവരവൊക്കെയാണ് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. ഇത് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യും. വണ്ണം കുറയുമ്പോൾ തന്നെ കോൺഫിഡൻസ് കൂടും എന്ന് അവർ പറഞ്ഞത് വളരെ കറക്റ്റാണെന്നുമായിരുന്നു ഡാനി പറഞ്ഞത്. ആഗ്രഹിക്കുന്നത് പോലെയൊരു ജീവിതം അവർക്ക് കിട്ടട്ടെ, അവർ പ്ലാൻ ചെയ്യുന്നതെല്ലാം നടക്കട്ടെ, അത്രയും അനുഭവിച്ചിട്ടുണ്ട്. ഡാനി പറഞ്ഞത് കൃത്യമാണ്. ഈ തിരിച്ചുവരവൊക്കെയാണ് ആഘോഷിക്കപ്പെടേണ്ടതെന്നുമായിരുന്നു കമൻറ്റുകൾ. താൻ കൊല്ലപ്പെട്ടേക്കാമെന്നും ജീവന് പോലും ഭീഷണിയുണ്ടെന്നുമായിരുന്നു ഇടക്കാലത്ത് എലിസബത്ത് പറഞ്ഞത്. ഇനി എന്ത് സംഭവിക്കുമെന്നറിയില്ല. നിയമ സംവിധാനങ്ങളിൽ പ്രതീക്ഷയുണ്ട്. നീതി ലഭിക്കുമോ എന്നറിയില്ല. പണവും സ്വാധീനവുമൊക്കെ വളരെ കുറവാണെന്നും അവർ മുൻപ് പറഞ്ഞിരുന്നു. അങ്ങനെയൊരു ജീവിതത്തിൽ നിന്നും ഇത്ര മികച്ചൊരു തിരിച്ചുവരവ് നടത്തിയെങ്കിൽ ഇനിയും നല്ല കാര്യങ്ങൾ പലതും അവരെ കാത്തിരിപ്പുണ്ടെന്നായിരുന്നു ആരാധകരും പറഞ്ഞത്. കഴിക്കുന്ന ഫുഡിന് വരെ കണക്ക് കേട്ട് ജീവിക്കുമ്പോൾ അന്നത് വേദനയായിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് വലിയ പാഠമാണ് നൽകിയെന്ന് എലിസബത്ത് നേരത്തെ വ്യക്തമാക്കിയിരുന്നു.